മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഒരു സ്വർഗീയ സമ്മാനം മധുരമൊഴി. മധുരകരമായ കുഞ്ഞു കുഞ്ഞു സംസാരങ്ങളും തമാശകളും വചനങ്ങളും വിശുദ്ധ ജീവിതവും ഒക്കെ ആയിട്ട് മധുരമൊഴി നിങ്ങളുടെ കുടുംബത്തെ കൂടുതൽ മാധുര്യകരമാക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നമ്മോടൊപ്പം ഇന്ന് ഉള്ള ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതൊരു പ്രത്യേക സംസാരമാണ് ഇന്നീ ദിവസം, പ്രത്യേക ചിന്തകളുമാണ്. അതുകൊണ്ട് നമ്മോടൊപ്പം ഇന്ന് കുടുംബമല്ല, മറിച്ച് ഇവർ രണ്ടുപേരും പലതവണ നമ്മോടൊപ്പം മധുരമൊഴി വന്നിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മാട്ടിച്ചേട്ടൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏഞ്ചൽസ് ആർമി കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു ശുശ്രൂഷകനായ ബഹുമാനപ്പെട്ട ചെറിയാൻ ഡോക്ടർ വടകരയിലാണ്, ഗവൺമെൻറ് സർവീസിൽ പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക്, നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ നമുക്കെല്ലാവർക്കും സച്ചിൻ തെണ്ടുൽക്കർ, പ്രശസ്തനായ ക്രിക്കറ്റ് കളിക്കാരൻ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ ആത്മകഥയുണ്ട്, പ്ലേയിങ് ഇറ്റ് മൈ വേ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ മനോഹരമായ കുറേ കാര്യങ്ങൾ ഒത്തിരി പേരുടെ ജീവിതത്തെ സ്വാധീനിച്ച സംഭവങ്ങളാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയ അദ്ദേഹത്തിന് അപ്പനെ പറ്റി പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. ഈ ബാല്യത്തിൽ ഒത്തിരി കുസൃതി കാണിച്ചിരുന്ന ഒരു കുഞ്ഞായിരുന്നു സച്ചിൻ തെണ്ടുൽക്കർ. ഒട്ടും തന്നെ പഠിക്കത്തില്ലായിരുന്നു, പഠനകാലത്തിൽ അലമ്പനായിരുന്നു, പഠിക്കാനുള്ള സ്കില്ലൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്നൊക്കെ ഇറക്കി വിടുമായിരുന്നു. വഴിയിലൊക്കെ പോയി എല്ലായിടത്തും പോയി ക്രിക്കറ്റ് കളിക്കുക എന്നുള്ള മഹാഭ്രാന്തായിരുന്നു കുഞ്ഞുനാളിൽ മുതൽ. അപ്പോൾ വീട്ടിൽ തന്നെ കളിച്ച് വീട്ടിൽ ചില്ലൊക്കെ ഒത്തിരി തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. നാട്ടുകാർ പല സാധനങ്ങൾ ക്രിക്കറ്റ് കളിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഏറ്റവും മെയിൻ പണിയെന്ന് പറയുന്നത് നാട്ടുകാരെല്ലാം പരാതി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമ്മയും അപ്പനും കുറേ മകനെ വെച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം അവൻ അല്പം കൂടി വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു ചെറുപ്പക്കാരനായി വളർന്നു തുടങ്ങിയ സമയത്ത് ഒരു ദിവസം സച്ചിനെ പിടിച്ച് അരികിലിരുത്തിയിട്ട് അവൻ്റെ അപ്പൻ കൊടുത്തൊരു ഉപദേശത്തെപ്പറ്റി സച്ചിൻ അദ്ദേഹത്തിന് 25 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചുകൊണ്ടുള്ള അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകളുണ്ട്. എൻ്റെ അപ്പൻ എന്നെ അരികിൽ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: അങ്ങനെ നീ ഒരു ക്രിക്കറ്റ് കളിക്കാരനാവുന്നത് എനിക്കൊത്തിരി സന്തോഷമുണ്ട്. നീ പ്രശസ്തനായ ക്രിക്കറ്റ് കളിക്കാരൻ എന്നെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനത്തിൻ്റെ കാരണമാണ്. പക്ഷേ അതിനേക്കാളും എനിക്ക് കൂടുതൽ അഭിമാനവും സന്തോഷവും തരുന്ന കാരണമായിരിക്കും നീ ഒരു നല്ല മനുഷ്യനാണെന്ന് ഈ ലോകം പറയുന്നതിൽ. ഇത് സച്ചിൻ 25 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചിട്ട് പോകുമ്പോൾ ആർക്കും എതിരഭിപ്രായമില്ലാത്ത കാര്യമാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ഏറ്റവും കൂടുതൽ പരസ്യചിത്രങ്ങളിൽ നിന്നൊക്കെ കോടികൾ കിട്ടിക്കൊണ്ടുന്ന മനുഷ്യൻ്റെ പലരും പുറകെ നടന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ മദ്യ കമ്പനികളുടെയോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെയൊക്കെ പുകയില കമ്പനികളുടെയൊക്കെയോ ബ്രാൻഡ് അംബാസിഡർ ആവാനായിട്ട് കോടികൾ ഓഫർ ചെയ്തിട്ടും അദ്ദേഹം പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്, മൂല്യങ്ങൾ കളഞ്ഞിട്ടുള്ള ഒരു ചില്ലി പൈസ പോലും നമ്മുടെ കുടുംബത്തിൽ കയറ്റരുതെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയം. ഒരപ്പൻ മക്കൾക്ക് എങ്ങനെ മൂല്യബോധങ്ങൾ സമ്മാനിക്കുന്നു, അല്ലെങ്കിൽ അവന് നീതിബോധത്തെ എപ്രകാരം അപ്പൻ ഉറപ്പിച്ചു കൊടുക്കുന്നു. നീതിമാനായ യൗസേപ്പ് മുതലുള്ള സകല അപ്പന്മാരും നമുക്ക് സകല മാതൃകകളായി മുൻപിൽ നിൽക്കുമ്പോൾ നമ്മോടൊപ്പം ഇന്ന് ഈ 3 അപ്പന്മാർ ചേർന്ന് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അവിടെ നമുക്ക് മൂത്തപ്പനായ, ഉള്ളതിൽ ഏറ്റവും പ്രായമുള്ള അപ്പൂപ്പനായ ബഹുമാനപ്പെട്ട ജോർജ് ചേട്ടനിൽ നിന്ന് തുടങ്ങാം. ജോർജ് ചേട്ടാ, ഈ ഒരു മൂല്യബോധം എപ്പോഴും അപ്പനാണല്ലോ കൊടുക്കുന്നത്. അമ്മ സ്നേഹവും കാരുണ്യവും ഒക്കെ കുഞ്ഞിനെ വളർത്തി കൊടുക്കുമ്പോഴത്തേക്ക്, ടെൻഡർ വികാരങ്ങൾ വളർത്തി കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും അവന് മൂല്യശ്രേണി എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് അപ്പൻ്റെ മാതൃകാപരമായ ഇടപെടലിൽ നിന്നാണ്. തീർച്ചയായും ജോർജ് ചേട്ടൻ ഒരിക്കലും ആൺമക്കളില്ലാത്ത, സാധാരണ ആൺമക്കളോട് ബന്ധപ്പെട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്നാലും ജോർജ് ചേട്ടന് പെൺമക്കൾ 4 പേരല്ലേ, അവർക്ക് എങ്ങനെ ഒരു മൂല്യബോധം ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ജനറേറ്റ് ചെയ്യുന്നതിൽ ജോർജ് ചേട്ടൻ്റെ ഒരു ഇൻവോൾവ്മെന്റിനെ പറ്റി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. എനിക്ക് കാര്യം ആൺമക്കളില്ല, എങ്കിലും ഞാനൊരു ആൺമകനാണ്. അത് ജോർജ് ചേട്ടന് കിട്ടിയതിനെ കുറിച്ചും പറയാൻ എനിക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ്റെ നിന്ന് ഞാൻ ശരിക്കും ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു സാമ്പത്തിക തലങ്ങളിൽ അവിടെയുള്ള നീതി. അത് ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കുന്നത് എങ്ങനെ എന്നൊരു ചിന്ത തന്നെ തെറ്റ്. നമ്മൾ കൊടുക്കാനുള്ളതാണെന്ന് നമുക്കറിയാമെങ്കിൽ, അയാൾക്കറിയാമെങ്കിലും അറിയാൻ വയ്യെങ്കിലും നമ്മളത് കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പാലം ഇങ്ങോട്ടും ഉണ്ട്, നമുക്ക് കിട്ടാനുള്ളത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കുക. അതിനകത്ത് നമ്മൾ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള ആ ഒരു ബോധ്യവും ചെറുപ്പം മുതലേ തന്നെ അപ്പൻ്റെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൻ അങ്ങനെയായിരുന്നു അപ്പൻ്റെ ജീവിതത്തിൽ. അത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി അപ്പനൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ
അപ്പം ചെയ്യുന്നത് കണ്ട് ഞാനത് മനസ്സിലാക്കി. ജീവിതം തന്നെയായിരുന്നു സന്ദേശമല്ല, ജീവിതം തന്നെ സന്ദേശമായിരുന്നു. അല്ലാതെ പ്രത്യേകിച്ച് എന്നെ വിളിച്ചിരുത്തിയിട്ട് സ്റ്റഡി ക്ലാസ്സും തന്നിട്ടില്ല. സ്റ്റഡി ക്ലാസ് തന്നിട്ടില്ല ഇതുവരെ. എനിക്കത് നല്ലപോലെ ഓർമ്മയുണ്ട്. അപ്പോൾ ഒരിക്കലും എന്നെ വിളിച്ചിരുത്തിട്ട് പൈസയുടെ കാര്യം ഇങ്ങനെയാണെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് എന്നതാണെന്ന് ഞാൻ മൂത്ത മകൻ എന്നുള്ളത് എനിക്ക് ക്ലോസ് ആയിട്ടിരുന്ന് വാച്ച് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ അക്കാലത്ത് തന്നെ ഞാൻ ഈ കാര്യത്തിൽ പേര് എടുക്കുകയും ചെയ്തായിരുന്നു. അന്ന് ഈ റേഷൻ കടയിലൊക്കെ ഈ 1 പൈസ 2 പൈസയൊക്കെ കണക്കിൽ വരുന്ന കാലമാണ്. ഇന്നത്തെ പോലെ ഈ ഏറ്റവും ചെറിയ തുക 1 രൂപ തൊട്ടാകുന്ന കാലത്തിന് മുമ്പ്. അപ്പോൾ അന്നത്തെ 1 രൂപ പോലെ അന്ന് 1 പൈസ ഉണ്ട്. അപ്പോൾ റേഷൻ കടയിലൊക്കെ എന്ത് ചെയ്തു വെച്ചാൽ അവർക്ക് തീരെ ലാഭമോ കുറവാണല്ലോ. അപ്പോൾ അവർ ചില്ലറ അവസാനം ഒഴിവാക്കുകയാണ് അവരുടെ ഒരു പതിവ്. അപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നാണ് ഞങ്ങളുടെ റേഷൻ കടക്കാരൻ പറയുന്നത്. ആ ബില്ലിൻ്റെ പുറത്ത് അത് കുറിച്ച് മേടിക്കും 3 പൈസ. അടുത്ത തവണത്തേക്ക് അടുത്ത പല പ്രാവശ്യത്തും 3 പൈസ ചെയ്ത് 10 പൈസയാകുമ്പോൾ ഞാനത് ഫ്രീ ആക്കും, പൈസയായിട്ട് വാങ്ങിക്കും. അത് എൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മകനാള് കണിശക്കാരനാകട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നീട് ബാങ്ക് സെക്ടർ തന്നെ പെട്ടതല്ലേ, അവസാനം അവിടെ ചെന്ന് പെട്ടു. ഇപ്പം ഞാൻ ഓർക്കുകയാണ് എൻ്റെ മകളെക്കുറിച്ച്. അത് തന്നെ ഒരു വീടിനടുത്തുള്ള ഒരു കടക്കാരൻ വന്നിട്ട് ഞാൻ ഒരിക്കലും അവരോട് എന്തോ വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു, മക്കളെ വളർത്തിയിരിക്കുന്നത് കട്ടിയായിട്ടാണ് കേട്ടോ. ഞാൻ ഓർത്ത് എന്തെങ്കിലും എൻ്റെ മകളുടെ ഭാഗത്തുനിന്ന് ഒരു അവിവേകം ഉണ്ടായോ എന്നോർത്ത് ഞാൻ എന്ത് പറ്റിയെന്ന് ഞാൻ ആകാംക്ഷ. അല്ല, അവൾ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് എന്തോ സാധനം വാങ്ങിച്ചപ്പോൾ 1 രൂപ എൻ്റെ ചില്ലറ ഇല്ലായിരുന്നുകൊണ്ട് പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. ഞാനത് പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞത് വേണ്ട എന്നുള്ള അർത്ഥത്തിലായിരുന്നു. പക്ഷേ അവൾ ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അന്ന് 1 രൂപ തരാനുണ്ടായിരുന്നു. ഞാൻ ഏത് 1 രൂപ ഞാൻ തിരിച്ചു വെച്ചപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 1 രൂപ തരാനുണ്ടായിരുന്നു തന്നു. ഞാൻ വാങ്ങിച്ചു. പക്ഷേ വാങ്ങിച്ചത് പോലും ഞാൻ മനസാന്നിധ്യത്തോടെ അല്ലായിരുന്നു. കാരണം ഞാനിങ്ങനെ ഓർത്ത് നിന്ന് പോയി എന്ന് ആ മനുഷ്യൻ എന്നോട് പറയായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു, എൻ്റെ അപ്പൻ എനിക്ക് പകർന്നു തന്നു എന്ന് ഞാൻ കരുതുന്നു. എന്നിൽ നിന്നിത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടുക. ഇതിനിടയ്ക്ക് തമ്പുരാൻ ഇടപെട്ട സന്ദർഭം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ എന്നാലും അപ്പൻ പകർന്നു തന്നെങ്കിലും പൂർണ്ണമായിട്ടും അതിനോട് ഒത്തുചേർന്ന് പോയി എന്നും മറ്റുമൊക്കെ അവകാശപ്പെടാൻ പറ്റില്ല. ഇടയ്ക്ക് അബറേഷൻസിലേക്കൊക്കെ ഞാൻ വരുന്നത്. അങ്ങനെ അബറേഷൻസിലേക്ക് അല്ലെങ്കിൽ ചിന്തയിലെങ്കിലും ഞാൻ വഴുതി പോകുന്ന ഒരു സാഹചര്യത്തിൽ തമ്പുരാൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതിതാണ്, നിനക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒന്ന് നിൻ്റേതാകണമെങ്കിൽ നീ അത് സമ്പാദിക്കണം. യു ഹാവ് ടു ഏൺ ഇറ്റ്. നീ അത് സമ്പാദിക്കണം. സമ്പാദിച്ചതല്ലാതെ നിനക്കത് കിട്ടാൻ ഒരേ ഒരു മാർഗം കൂടെ ഉള്ളൂ. അത് അതിൻ്റെ ഉടമസ്ഥൻ ഹൃദയപൂർവ്വം, നിർബന്ധത്തിന് വഴങ്ങിയോ ഭീഷണിക്ക് വഴങ്ങിയോ അല്ല, ഹൃദയപൂർവ്വം നിനക്കത് തരികയും, തന്നാൽ മാത്രം പോരാ, നീ അത് സ്വീകരിക്കുകയും ചെയ്യുമ്പോഴേ അത് നിൻ്റേതാവുള്ളൂ. വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞു. അയാൾ തരുമ്പോൾ എനിക്ക് വേണ്ടാന്ന് നീ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്കതിൻ്റെ മേൽ അവകാശമില്ല. പിന്നെ നിനക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ പിന്നെ അയാളോട് പോയി ചോദിക്കണേ, ഇത് ഞാൻ എടുത്തോട്ടെ, ഇതെനിക്ക് തരാമോ. വീണ്ടും അയാൾ തരികയാണെങ്കിൽ മാത്രമേ. ഇത്രയ്ക്ക് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു. അന്ന് ഞാനും തമ്പുരാനുമായിട്ട് എനിക്ക് ഇത്രയും സ്ട്രിക്റ്റായിട്ടൊന്നും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നെനിക്കൊരു തോന്നലുണ്ടായതുകൊണ്ട് ഞാൻ തിരിച്ച് ഒരൊടക്ക് ചോദ്യം ചോദിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, അങ്ങനെയാണെങ്കിൽ വഴി കിടന്നൊരു 10 രൂപ കിട്ടിയാൽ എന്നാ ചെയ്യും? തമ്പുരാൻ, തീർച്ചയായിട്ടും വഴി കിടന്ന് 10 രൂപ കിട്ടിയാൽ നീ 10 രൂപ എടുക്കണം. അതാ ഞാനും പറയുന്നത്. എടുത്തിട്ട് അതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് നിൻ്റെ കഴിവിനൊത്ത് നീ അന്വേഷിച്ച് അയാളെ കണ്ടെത്തി കൊടുക്കണം. അപ്പോൾ നമുക്ക് വളരെ ആദ്യത്തെ ചോദ്യമുണ്ട്, കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലോ? തമ്പുരാൻ, ഒരു വിധത്തിലും നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പൊതു സംരംഭത്തിലേക്ക് അത് നിനക്ക് നിക്ഷേപിക്കാം. അത് പള്ളിയിലിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധർമ്മസ്ഥാപനത്തിന് കൊടുക്കാം. ഇതൊന്നുമല്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതല്ലായിരുന്നു. ഉടമസ്ഥനെ കണ്ടെത്താൻ ഒരു വിധത്തിലും പറ്റുന്നില്ലെങ്കിൽ അർഹരായ ഒരാളിനെ കൊടുക്കുക. അതും നിനക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്താണ് ഈ പൊതുസംരംഭം. അത് KSRTCക്ക് വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. കാരണം പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുസംരംഭം കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും പ്രശ്നം എന്താ വെച്ചാൽ എനിക്കതിൻ്റെ മേൽ അവകാശം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ 10 രൂപ അവിടെ കിടന്നോട്ടെ. കാരണം അത് പുലിവാലല്ലേ, അത് എടുത്തു പോയെങ്കിൽ ഞാൻ കൊടുക്കും. പക്ഷെ അന്ന് എനിക്കൊരു മെൻ്റൽ പിക്ചർ എനിക്ക് തമ്പുരാൻ തന്നു. അതിതായിരുന്നു, ഞാനൊരു വഴിയെ പോകുമ്പോൾ എനിക്കെതിരെ എൻ്റെ മുമ്പിലായിട്ടൊരു 10 രൂപ നോട്ട് തന്നെ, ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ വഴി കിടക്കുന്നു, 10 രൂപ നോട്ട് കിടക്കുന്നു. ഈ പ്രശ്നമുള്ളത് കാരണം ഞാൻ വഴി മാറി ഒഴിവായി ഞാനങ്ങ് പോയി. കാരണം ഈ 10 രൂപ തൊട്ട് പോയെങ്കിൽ എൻ്റെ തലയിലാകും. അതുകൊണ്ട് ഞാനത് ഒഴിവായി പോവുക. ഞാൻ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അതുവഴി റോഡയോടെ വന്ന ഒരു പശു ചപ്പുചവറുകൾ എന്തൊക്കെയോ തിന്നുന്ന കൂട്ടത്തിൽ ഈ 10 രൂപയും കൂടെ അത് തിന്നുന്നതും ഞാൻ കണ്ടു. അതിൻ്റെ പ്രശ്നം തീർന്നല്ലോ എന്നോർത്ത് ഞാനങ്ങ് പോവുകയാണ്. വേറൊരുത്തരും പാരയാകുന്നില്ലല്ലോ എന്നോർത്ത് ഞാനങ്ങ് പോവുകയാണ്.
പോകുമ്പോൾ എതിരെ ഒരു തീരെ ലളിതമായ വസ്ത്രം മാത്രം ധരിച്ച് ഒരു 10-12 വയസ്സുള്ള ഒരു പെങ്കൊച്ച് ഒരു സഞ്ചിയും കൈ തൂക്കി കരഞ്ഞുകൊണ്ട് എനിക്കെതിരെ വരിക. ഞാൻ പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ട് എന്നാ മോളെ കരയുന്നേ എന്ന് ഞാൻ വളരെ സ്വാഭാവികമായിട്ട് ചോദിച്ചു. അപ്പോൾ അവൾ പറയുന്ന മറുപടി ഇതാണ്: ഞങ്ങൾ ഇന്ന് രാവിലെ നേരം വെളുത്തപ്പം മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഈ വൈകുന്നേരം അമ്മ ജോലിയും കഴിഞ്ഞു കൊണ്ടുവന്ന് പൈസ തന്ന് കപ്പ വാങ്ങിക്കാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടതായിരുന്നു. ഞാൻ ആ പൈസയും കൊണ്ട് വന്നതാണ്. ഇപ്പോൾ കടയിൽ ചെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആ 10 രൂപ ഇല്ല. എനിക്ക് ആ 10 രൂപ ചേട്ടൻ എങ്ങാനും കണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ഇവിടെ വെച്ചാൽ മെൻ്റൽ പിക്ചർ അങ്ങ് തീരുകയാണ്. പക്ഷേ തമ്പുരാൻ്റെ സ്വരം എൻ്റെ ഉള്ളിൽ മുഴങ്ങിയതാണ്: ആ കുട്ടിക്ക് 10 രൂപ നിനക്ക് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ കാണാതെ പോയ പൈസ നിനക്ക്, വഴി കിടന്ന പൈസ നിനക്ക് എടുക്കാതെ പോകാം. പക്ഷെ നീ അത് നിൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നില്ലെങ്കിൽ ആ കുടുംബം അന്ന് പട്ടിണി കിടക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നീ പറയേണ്ടി വരും. ഇതൊരു വല്ലാത്തൊരു ബോധ്യം എന്നിൽ സൃഷ്ടിച്ചു. അന്നു മുതൽ ഈ പഠിപ്പീര് എനിക്ക് ഇപ്പോൾ ഒരു 10-25 കൊല്ലത്തോളം മുമ്പ് എനിക്ക് കിട്ടിയൊരു കാര്യം. എൻ്റെ കയ്യിൽ 25 30 കൊല്ലത്തിന് മുകളിൽ എനിക്ക് കിട്ടിയ ഒരു പഠനമായിരുന്നു. അന്നു മുതൽ ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലും നിർത്തി. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് തെറ്റാണെന്നോ പാവമാണെന്നോ ഞാൻ പറയല്ല. പക്ഷേ ഈ പറഞ്ഞ റൂള് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ഏൺ ചെയ്യുന്നില്ല, അതാരെങ്കിലും എനിക്ക് ഹൃദയപൂർവ്വം തരുന്നുമില്ല. എല്ലാവരുടെയും മോഹങ്ങളും സ്വപ്നങ്ങളും കൂടെയാണ് ഞാനത് കൈയിട്ട് മാറുന്നത്. അതിന് സമ്മാനം എനിക്ക് കിട്ടുന്നെങ്കിൽ, സമ്മാനം കിട്ടുന്നില്ലാത്തൊരു ലോട്ടറിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടും കാര്യമില്ല. ഞാനും ഈ മോഹമായിട്ടാണല്ലോ അതിനകത്ത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ അതും ഒഴിവായി നിൽക്കുകയായിരുന്നു. ഇത് നല്ല വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായം തന്നെയാണ്. പണം മാത്രമല്ല, എന്നാൽ അതിലൂടെ കുറേ മൂല്യങ്ങളും കൂടി. അടുത്തിടെ നമ്മുടെ പല പ്രാവശ്യം നമ്മുടെ മധുരമൊഴി വന്നുപോയ ജോസ് ഡൊമിനിക് എന്ന് പറയുന്ന ചേട്ടനുണ്ട്. കൊച്ചിക്കാരനാണ്. ജോസേട്ടൻ പറഞ്ഞ മനോഹരമായ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ജോസേട്ടൻ്റെ വീട് കൊച്ചിയിലായതുകൊണ്ട് അതുവഴി പോകുമ്പോഴത്തേക്ക് ടോളുണ്ട്. അപ്പോൾ മിക്കവാറും തന്നെ ടോൾ എടുത്ത് വേണം എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ. അപ്പ് ആൻഡ് ഡൗൺ ടോൾ എടുക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും തന്നെ ഒത്തിരി പേര് ഓരോ ദിവസം ടോളിൽ ഓരോ കളറായിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. ടിക്കറ്റിന് ഒരു ദിവസം പച്ചയാണ്, ഒരു പച്ച, ചുമല, ഓറഞ്ച്, പല കളറിലെ ഇത് കൊടുക്കും. അപ്പോൾ പല ആൾക്കാരും നേരത്തെ തന്നെ ആ ദിവസം ഏത് കളറാണെന്ന് മനസ്സിലാക്കിയിട്ട് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ ചീട്ടെടുത്ത് പൊക്കി കാണിക്കും. ഇവർ തുറന്ന് നോക്കുന്നില്ല, അത് ഡേറ്റും നോക്കത്തില്ല. സാധാരണ ഇതിക്ക് ബംഗാളികളൊക്കെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പാവങ്ങളുടെ പൊക്കിയും കാണിച്ചാൽ മതി, കയ്യിൽ ഈ കളറുണ്ട്, അവർ ബുക്കോളാം, ബായ് ബുക്കോളാൻ പറയും. അപ്പോൾ ഒരു ദിവസം ഈ ജോസേട്ടൻ്റെ മക്കളൊക്കെ ആയിട്ട് പോയപ്പോഴത്തേക്ക് ജോസേട്ടൻ്റെ മക്കൾ പറയാണ്, പപ്പ എല്ലാവരും അങ്ങനെ പോകുന്നുണ്ടല്ലോ, നമുക്കൊന്നും അങ്ങനെ പോയിക്കൂടെ? ഞങ്ങൾ സ്കൂളിൽ ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കിയിട്ട് വരാം. സ്കൂൾ ബസ്സിന് ടോൾ വേണ്ടല്ലോ, സ്കൂൾ ബസ്സിലിടുന്ന് നോക്കിയിട്ടൊക്കെ വരാം ഇന്ന് ഏത് കളറാണ്. നമുക്ക് വൈകുന്നേരം പോകുമ്പോഴത്തേക്ക് ആ കളറങ്ങ എടുത്ത് പഴയത് കാണിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ജോസേട്ടൻ പറഞ്ഞ മറുപടി ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടത്. മക്കളെ, ഒരു 10-20 രൂപ കൊടുത്ത് അവിടെ കൊടുക്കുന്നതിൽ പപ്പായ്ക്ക് ഒരു വിഷമവുമില്ല. മറിച്ച് ആ 10 രൂപയ്ക്ക് വേണ്ടി നമ്മുടെ ആത്മാക്കളെ പണയപ്പെടുത്തുന്നതിൽ പപ്പായ്ക്ക് വിഷമമുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കുഞ്ഞ് തെറ്റ് ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ ആത്മാക്കൾ മുഴുവൻ ആ 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് വേണ്ടി പണയപ്പെടുകയാണ്. എന്തോരം മണ്ടത്തരങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് വരുത്തി വെക്കുന്നത്. അവിടെ അറിയാതെ വരുത്തുന്നില്ലല്ലോ. ചേട്ടൻ ഇതുപോലത്തെ സമാനമായ എന്തെങ്കിലും അനുഭവങ്ങളോ മാട്ടിൻ ചേട്ടൻ ഒന്ന് പറയാമോ? മക്കൾക്ക് ഇതുപോലെ തിരുത്തി കൊടുത്തതോ മാതൃകാപരമായ ചില അനുഭവങ്ങൾ കൊടുത്തതോ പറയാമോ ഈ നീതിബോധം വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്? അച്ഛാ, ഒരിക്കലേ ഞാനും ഞങ്ങൾ ഫാമിലിയായിട്ട് വണ്ടിയിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ രാത്രിയാണ്, ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിഗ്നൽ വന്നപ്പോൾ രാത്രിയിൽ അറിയാലോ, വണ്ടികളൊന്നും അധികമില്ല. പക്ഷേ സിഗ്നൽ ഓണായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള വണ്ടി അവർ റെഡ് ലൈറ്റ് ആയിരുന്നിട്ട് പോലും എടുത്തിട്ട് പോയി. അപ്പോൾ എനിക്കറിയില്ല, എൻ്റെ മക്കളിൽ ആരും എന്നോട് ചോദിച്ചു, അപ്പോൾ എടുക്കായിരുന്നില്ലേ, ആ വണ്ടി പോയത് കണ്ട? വണ്ടി ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വണ്ടി പോവില്ല, ഈ വണ്ടി പോകണമെങ്കിൽ ആ സിഗ്നലാണ്, ഗ്രീനാണ്. കാരണം അത് റൂളാണ്. ഇപ്പം രാത്രിയാണ്, ട്രാഫിക് ഉണ്ടാകില്ലായിരിക്കാം. ഇപ്പം ട്രാഫിക് ആ ലൈറ്റ് ഓഫായിരുന്നു, ആ യെല്ലോ ബ്ലിങ്ക് ചെയ്യണ അതാണ്, അത് അതിൻ്റെ അർത്ഥം സിഗ്നൽ ഇല്ല, നമുക്കപ്പം നോക്കി പോയാൽ മതി. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ എടുത്താനേ. പക്ഷെ ഇപ്പം ലൈറ്റ് കത്തിയ സ്ഥിതിക്ക് എനിക്ക് പോകാനായിട്ടുള്ള ടൈം ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എടുക്കില്ല. ഇത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വലിയൊരു പാഠം തന്നെ. അവർ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും. റെഡ് വന്നാൽ വണ്ടി നിർത്തണം, ഗ്രീൻ വന്നാൽ വണ്ടി ഓടാം, അല്ലെങ്കിൽ യെല്ലോ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നോക്കിക്കൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാം. പക്ഷേ പഠിച്ച കാര്യങ്ങളെക്കാളും എനിക്ക് തോന്നുന്നു ഒരപ്പൻ അവർക്ക് അനുഭവത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ജീവിതകാലത്ത് തന്നെ മക്കളെ മറക്കൂല. പക്ഷേ അതേപോലെ തന്നെ വണ്ടിയിലെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറയാവുന്ന ഒരു കാര്യം ആയതുകൊണ്ട് പറയണേ.
ഈ നമ്മളുടെ നാട്ടിലിപ്പോഴേ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇപ്പം ശരിക്കും പല പൊതുനിരത്തിലും ക്യാമറ വെക്കേണ്ട അവസ്ഥയാണ്. ആൾക്കാർ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടണം. ശരിക്കും ഞാൻ ചെയ്യണ ഒരു കാര്യം, അത് ആർക്കെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ഞാൻ പിള്ളേരെ എന്ത് സാധനവും വണ്ടിയിൽ നിന്ന് പുറത്ത് കളയാൻ ഞാൻ സമ്മതിക്കില്ല, റോട്ടിലിടാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ പഴമാണെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ആ സൈഡിൽ, വണ്ടിയുടെ സൈഡിൽ, ഡോറിൻ്റെ സൈഡിലൊരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഇട്ടോളണം. പുറത്ത് കളയാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്നിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് മാനേജ് ചെയ്യും. നമ്മുടെ വേസ്റ്റ് കൊണ്ടുവന്ന് കളയും. റോട്ടിലിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ശരിക്കും ഭയങ്കര കഷ്ടമായിട്ട് തോന്നുന്ന കാര്യമല്ലേ ഈ തിങ്കിങ് റോഡ്സ്. അല്ല, ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മുട്ടായി കടലാസ് റോഡിലിട്ടാലുണ്ടാകുന്ന അപകടത്തെയോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ അവിടെ ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ കടന്നു പോകുന്ന ആ സിമ്പിൾ കാര്യത്തിനും അപ്പുറത്ത് കുട്ടികളിലേക്ക് കടന്നു പോകുന്ന അവരുടെ ജീവിതത്തെ എങ്ങനെ സാമൂഹ്യ ബദ്ധതയോടുകൂടി പ്രതിബദ്ധതയോടുകൂടി കൊണ്ടുപോകുക. അത് ഈ ചെറിയ കാര്യങ്ങളിൽ അവർ തുടങ്ങുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് ടാക്സ് പേ ചെയ്യുന്നിടത്ത് പോലും അവരിത് അപ്ലൈ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പനാണ് ഫിഗർ. അപ്പൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് മുമ്പിൽ നിന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും മക്കൾക്ക് ഇത് ഭയങ്കര അനുഭവമായിരിക്കും. ഇത് ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗം തന്നെയല്ലേ? ഇത് ആത്മീയത ഉള്ളവർക്ക് ആത്മീയതയുടെ ഒരു ഔട്ട് പോറിങ് തന്നെയാണ്. ഒരു ഏറ്റവും പ്രകടമായ സ്വഭാവം തന്നെയാണ് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയും നീതിബോധവും ഒക്കെ. അതെ, നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്ന അബദ്ധങ്ങളൊന്നാണല്ലോ സിനിമാ തിയേറ്ററിൽ പോയിട്ട് പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കാതിരിക്കുക, കാരണം ഏജ് പറ്റിക്കുക, അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറിയിട്ട് പിള്ളേർക്ക് ഏജ് ആയില്ലെന്ന് പറയുക. ചില സിറ്റുവേഷനിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മ എനിക്ക് പ്രായമായി, അമ്മ പറയാണ് പ്രായമായില്ലെന്ന്, കൊച്ചു പറയണ എനിക്ക് 10 വയസ്സായി. കൊച്ചിന് അതൊരു ഹ്യൂമിലിയേഷൻ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ എന്തോരം അബദ്ധങ്ങളാണ് പലപ്പോഴും നമ്മൾ അങ്ങനെ കാട്ടിക്കൊടുക്കുന്നത് അല്ലേ? ഞാൻ പറയണേ, നിസ്സാര ലാഭങ്ങൾക്ക് വേണ്ടി ആ കൊച്ചിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നമുക്കിനി നമ്മുടെ ഡോക്ടർ സാറിലേക്ക് വരാം. സാർ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് സാർ ഒരു ലൈറ്റ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന ആളാണല്ലോ, ഒരു ഡോക്ടർ എന്ന നിലയിൽ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഉറപ്പായിട്ടും ഈ ഒരു സാമൂഹ്യ നീതിയുടെ മേഖല പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിലൂടെ ആയതുകൊണ്ട് എല്ലാ ദിവസവും ഫേസ് ചെയ്യുന്നതാണ് ഞങ്ങളെക്കാളൊക്കെ കൂടുതലായിട്ട്. അതുകൊണ്ട് ഇതെങ്ങനെ സാറിൻ്റെ ജീവിതത്തിലൂടെ മക്കൾക്ക് സാറ് എടുക്കുന്ന ചില സ്റ്റാൻഡുകളോ ചില നീതിപരമായ അവസ്ഥകളൊക്കെ എങ്ങനെ മക്കളിലേക്കൊരു മെസ്സേജായിട്ട് പാസ് ചെയ്യപ്പെടുന്നുണ്ട്? എൻ്റെ സ്വന്തം ജീവിതത്തിൽ തന്നെ എൻ്റെ അനുഭവം എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പപ്പായെ ഞാൻ ഫോളോ ചെയ്യായിരുന്നു. പപ്പ ഒരു ഗവൺമെൻറ് ഡോക്ടറായിരുന്നു. അപ്പം ഞാനൊരു ഗവൺമെൻറ് ഡോക്ടർ ആയപ്പോൾ പപ്പ എന്തൊക്കെയാണോ ആ സമയത്ത് ചെയ്തിരുന്നത്, അതായത് പപ്പ ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്ന സമയത്ത് സത്യസന്ധമായ സർട്ടിഫിക്കറ്റ് മാത്രമേ കൊടുക്കുള്ളായിരുന്നു. അത് ഞാൻ ചെറുപ്പം മുതൽ കാണാം. അതിൻ്റെ പേരിൽ പപ്പായ്ക്ക് കുറേ അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്നത് ഞാൻ ശരിക്കും കണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഗവൺമെൻറ് ഡോക്ടർ ആയപ്പോൾ ഞാൻ എൻ്റെ അപ്പനെ പോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് തെറ്റായ ഒരു സർട്ടിഫിക്കറ്റ് ഇന്ന് വരെ ആർക്കും കൊടുത്തിട്ടില്ല. അവധി മേടിക്കാനൊക്കെ ആളുകൾ വന്നാലും ഞാൻ പറയും, എന്നെ കാണിച്ച് എനിക്ക് നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, അല്ല ഇതെനിക്ക് സ്ഥിരം അനുഭവിക്കുന്നതാണ്. അപ്പം ഞാൻ പറയില്ല, എന്നെ കാണിച്ച് എൻ്റെ മുമ്പിൽ ഇന്നിപ്പം നിങ്ങൾ കാണിക്കുകയാണ്, നിങ്ങൾക്ക് അസുഖമുണ്ട്, നിങ്ങൾക്ക് അവധി തരേണ്ടതാണെങ്കിലും ഞാൻ തരും. അല്ലാതെ വെറും ഒരു അവധിക്ക് വേണ്ടി ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരും. എനിക്ക് തോന്നണം നിങ്ങൾക്ക് അസുഖമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ആ ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ തരും. അതുകൊണ്ട് എപ്പോഴും തന്നെ ഇതിൻ്റെ പേരിൽ നമ്മൾ എന്താ പറയുക, വളരെയധികം കേൾക്കേണ്ടി വരും. മറ്റേ ഡോക്ടർ തന്നല്ലോ, എന്തുകൊണ്ട് ഡോക്ടർക്ക് തന്നുകൂടാ, പക്ഷെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, അതേ ഉള്ളൂ ഇതിനുള്ളൊരു ഉത്തരം. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു രസകരമായ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അവൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് റിട്ടയർ ചെയ്താണ്. അപ്പോൾ ഒരു കാര്യത്തിനും നിയമം വിട്ട് ഒന്നും ചെയ്യില്ല, ഒരു ബെനിഫിറ്റും പൈസ മേടിച്ച് ഒന്നും ചെയ്ത് കൊടുക്കില്ല. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ആ നാട്ടിലുള്ള എല്ലാവർക്കും. പക്ഷേ ഇത് എന്തെങ്കിലുമൊക്കെ നന്മ ഇയാളോട് സ്വീകരിച്ചവർ, ഔദ്യോഗികമായി സ്വീകരിച്ചവർ സന്തോഷത്തിന് ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുവേ. ഒരു പ്രാവശ്യം ഒരു ടീം വന്ന് കുറച്ച് പൈസയൊക്കെ ആയിട്ട് വന്നു. പപ്പ പറഞ്ഞു ഞാൻ സ്വീകരിക്കില്ലെന്ന് പറഞ്ഞു. പപ്പ എഴുന്നേറ്റ് പോയി. ആ വ്യക്തി നന്ദി കൊണ്ട് ആ പൈസ അവിടെ വെച്ചിട്ട് പോയി. എൻ്റെ കൂട്ടുകാരൻ ഇച്ചിരി പൈസ അത്യാവശ്യമായിരുന്നു, മകൻ. അവനപ്പുറം അറിയാതെ പൈസ എടുത്തോണ്ട് പോയി. അവനെടുത്തോണ്ട് പോയി കമ്പ്യൂട്ടറിന് കുറച്ച് നാൾ മുമ്പാണ് കമ്പ്യൂട്ടറിന് വില കൂടിയ റാമൊക്കെ മേടിച്ചിട്ട് അവൻ പറയട്ടെ 2ാമത്തെ ആഴ്ച കമ്പ്യൂട്ടർ കൊടുത്ത് മൊത്തം അടിച്ചു പോയത്. ഞാനിപ്പോൾ ഇങ്ങനെ ചാവർപ്പിതാവ് പറഞ്ഞ പഴയ ഒരു വാചകം ഞാൻ പെട്ടെന്ന് മനസ്സിലോർത്തേ, കട്ട വസ്തു കത്തിപ്പോവും. നമുക്ക് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും നമ്മുടെ മക്കളിലെ ഈ ബോധ്യം എനിക്ക് ഇങ്ങനെയൊക്കെയാണ്. സാറ് തുടർന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ കുട്ടികൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ഇപ്പം കുട്ടികളിപ്പം ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അവർക്ക് ശരിയെന്ന് തോന്നിയ കാര്യം
കടക്കാരൻ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ആർഗ്യൂ ചെയ്ത് അവരുടെ ശരിയാണെന്ന് അവർ സ്ഥാപിച്ചിട്ടേ പോവുള്ളൂ. കാരണം അവർക്കത് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ് നമ്മളിൽ നിന്ന് നമ്മളറിയാതെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് നമുക്കിങ്ങനെ ജീവിതാനുഭവത്തിലൂടെ തന്നെ ദൈവം കാണിച്ചു തരാണ്. പിന്നെ സമാധാനമായിട്ട് നമുക്ക് കിടന്നുറങ്ങുകയും ചെയ്യാം. തെറ്റ് ചെയ്യാതെ നമ്മൾ സുഖമായിട്ട് ഉറക്കം നഷ്ടപ്പെടുന്നില്ല. പിന്നെ നമ്മൾ കാണിക്കുന്ന നീതിബോധം നമ്മളറിയാതെ നമ്മുടെ കുട്ടികളിലേക്ക് സുഖമായിട്ട്, കാരണം എനിക്ക് അങ്ങനെയാണ് ആ ഒരു സ്വഭാവം കിട്ടിയത്, ഉറപ്പായിട്ടും എൻ്റെ മക്കളിലേക്കും ഈ സ്വഭാവം ചെയ്യും. ഉറപ്പാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ, പുകവലിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കുടുംബത്തിലെ ആൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരും അതിലേക്ക് പാസ് ചെയ്യപ്പെടുന്ന പറയുന്ന പോലെ ഒരു നന്മയുടെ ഒഴുക്കുണ്ടാവുകയാണെങ്കിൽ ആ ഒഴുക്കിൻ്റെ വക്കത്തിരിക്കുന്ന എല്ലാവർക്കും അതിനൊരു തണുപ്പും അതിനൊരു സുഖവും പിന്നെ അതിലൂടെ നടക്കാനുള്ളൊരു ഉറപ്പാട് മാർഗം കിട്ടും. രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നിടത്ത് മാത്രമേ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് അതിനുണ്ടാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അപ്പൻ്റെ ചില മാതൃകാപരമായ ജീവിതം, പ്രത്യേകിച്ച് സാമൂഹിക കാര്യങ്ങളുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ ചാൻ ഒരു കാർ ഡ്രൈവർ, ടാക്സി ഡ്രൈവറായിരുന്നു, സാധാരണക്കാരനായ മനുഷ്യനായിരുന്നു. എനിക്ക് ഉറപ്പാണ് എൻ്റെ നാട്ടിൽ എൻ്റെ ചാൻ്റെ ഒരു ഫേവർ സ്വീകരിക്കാത്ത ഒരു മനുഷ്യൻ നാട്ടിലുണ്ടാവില്ല. കാരണം ഇച്ചാൻ രാവിലെ ടാക്സി ഓടിക്കാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ വഴി കൊടുക്കാൻ എല്ലാവരും കെട്ടിക്കൊണ്ട് പോകും. വണ്ടി എപ്പോഴും നിറച്ച ആളായിരിക്കും. തിരിച്ചൊക്കെ പോകുമ്പോൾ ദൂരെ എന്നൊക്കെ എറണാകുളത്തൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട് വഴിയിലൊക്കെ വെച്ച് ഞാൻ ജംഗ്ഷനിലൊക്കെ നിർത്തി നോക്കും. അങ്ങോട്ട് പോരാനുള്ള മെയിൻ ജംഗ്ഷനിൽ ആരെങ്കിലും വൈകിട്ട് നിൽപ്പുണ്ടോ ഉണ്ടെങ്കിൽ അവരെ കൂടെ നാട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോരാൻ. ഇത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ടൗണിലൊക്കെ നിർത്തിയിട്ട് നോക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ വേറെ അച്ഛനെ കൂട്ടാൻ വേണ്ടി സ്ഥലം വരെ പോയതാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് അന്ന് അവിടെ പ്രൈവറ്റ് ബസ് സമരമാണ്. ഞാൻ നോക്കിയപ്പോൾ പെൺകുട്ടി വഴി നിൽക്കുന്നു. പെൺകുട്ടി ഞാൻ നോക്കി ചെറുപ്പം ഒരു അപ്പനും നിൽപ്പുണ്ട്. എനിക്ക് പെട്ടെന്നൊരു പേടി, ഇന്ന് വണ്ടിയിൽ നിന്ന് വരാനുള്ളത് എനിക്ക് നന്നായിട്ട്. അന്ന് അവിടെ ഹർത്താലായതുകൊണ്ട് ബസ്സൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി നോക്കിയപ്പോൾ അതിൻ്റെ സാറായിരുന്നു. എന്നെ 6ാം ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ച ഒരു ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു ഹൈന്ദവനായ സാറായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് അപ്പം ഞാൻ പാൻറ് ഷർട്ടൊക്കെ ഇട്ടിരിക്കുന്നു. 2 ചെറുപ്പക്കാർ ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു പോരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഒരു പ്രായപൂർത്തിയായ പെണ്ണുമായിട്ട് നിൽക്കുന്ന മകളുമായിട്ട് നിൽക്കുന്ന സാറ് പേടിച്ചു പോകുന്ന ഉറപ്പാണ്. ഞാൻ സാറേ നമസ്കാരം, ഞാൻ സാറിൻ്റെ പഴയൊരു സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പരിചയപ്പെടുത്തി. സാറിൻ്റെ മുഖത്തിന് ആശ്വാസം എന്നെ ഭയങ്കരമായിട്ട്. സാറ് പറഞ്ഞു, മോനെ എനിക്ക് മകളെ കൊണ്ട് ട്രെയിൻ കയറ്റുകൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി 10 മണിയൊക്കെ കഴിഞ്ഞു. 11 മണിക്ക് അവിടെ മാംഗ്ലൂർക്ക് ട്രെയിൻ കയറ്റുകൊണ്ടാണ്. എനിക്ക് ഒരു നിർവാഹമില്ലാതെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു സാറ് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പോകേണ്ട വഴിയെന്നല്ല, ഞങ്ങളൊരു 10-30 കിലോമീറ്റർ എക്സ്ട്രാ ഓടി വേറെ സ്ഥലത്ത് കൊണ്ട് സാറിനെ ഇറക്കി. ഞങ്ങൾ പറഞ്ഞു സാറെ തിരിച്ച്. അപ്പോൾ എൻ്റെ കൂടെയുള്ള അച്ഛന് സന്തോഷമായി. അച്ഛൻ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, സാറ് തിരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു വേണ്ട, എനിക്ക് രാവിലെ പോകുന്നത് അത്യാവശ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, എൻ്റെ അപ്പൻ കുഞ്ഞു കാര്യങ്ങളെ പഠിപ്പിച്ചുള്ളൂ. പക്ഷേ എനിക്കിത് ഉറപ്പായിട്ട് ഇന്നേറ്റായിട്ട് ഇപ്പം എൻ്റെ മനസ്സിലായിട്ട് കയറി പോകുന്നേക്കുക. ഇത് എങ്ങനെ ജോർജ് ചേട്ടാ നമ്മുടെ മക്കളിൽ ഇങ്ങനെ ഈ സംഭവം ജനറേറ്റ് ചെയ്യാനും ഇതൊരു ചങ്ങലയായിട്ട് പോകാനൊക്കെ ഒരു കാരണമായിട്ട് മാറുന്നില്ലേ? ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. അത് തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഓരോ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന്, നമ്മളിപ്പോൾ അപ്പന്മാരുടെ കാര്യം മാത്രം പറയുന്നെങ്കിലും അമ്മമാർക്കും ശരിയാണ് ഈ പറഞ്ഞ നീതിയുടെ ബോധത്തിലേക്കായിരിക്കുകയല്ല, എന്നാലും കുറച്ചൊക്കെ റോള് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് മാതാപിതാക്കൾക്ക് അതുകൊണ്ട് പൊതുവെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഈ മൂല്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊന്നും പാഠപുസ്തകത്തിൽ എഴുതി ചേർത്ത് നമ്മൾ അങ്ങനെയൊക്കെ വിശ്വസിച്ച് വശായതുകൊണ്ടാണ് ഇപ്പം വൃദ്ധൻ മാതാപിതാക്കളെ സംരക്ഷിക്കുക പൗരൻ്റെ കടമയാക്കി വെക്കുകയും ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറയും. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഗവൺമെൻറ് ഒരു നിയമം മൂലം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിയമം മൂലം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ, അതിന് ഉത്തരവാദികൾ ഞാൻ പറയും മാതാപിതാക്കളാണ്. കാരണം അവരത് മക്കളിലേക്ക് അത് പകർന്നു കൊടുത്ത് വന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രവൃത്തിയും വാക്കും ഒരുമിച്ച് പോകുന്ന വിധത്തിൽ അത് കൊണ്ടുവന്നിരുന്നെങ്കിൽ, നമ്മളെപ്പോഴും പറഞ്ഞ് കേട്ട് തഴമിച്ചിട്ടുള്ള കഥയുണ്ടല്ലോ, വല്യപ്പന് കൊടുക്കാൻ വെച്ചിരുന്ന ചട്ടിയെടുത്ത് കൊച്ചുമോൻ സൂക്ഷിച്ചു വെച്ച കഥ. അപ്പോൾ ഈ രീതിയിൽ ഇതിങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. നമുക്കിത് ചാൻസ് കിട്ടും. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ മക്കൾക്ക് ഈ ഇങ്ങനത്തെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഇപ്പം നമുക്ക് ബാലൻസ് കൂടുതൽ കിട്ടി, എവിടെയും പൈസ കൊടുക്കുമ്പോൾ അത് ശരിക്കും മക്കളെയും കൂടി ഒന്ന് അറിയിച്ചിട്ട് തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് നമുക്കൊരു ഇതിങ്ങനെ ചെയ്യണം എന്നുള്ള കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ചാൻസാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അപ്പൻ മാത്രമല്ല, ഈ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഞങ്ങളുടെ കൂടെയായിരുന്നു. അമ്മയൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ധർമ്മക്കാരൻ വന്ന് ധർമ്മം അല്ലെ വിശക്കുന്നത്, അന്നൊക്കെ ഈ കൂടുതൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ യഥാർത്ഥത്തിൽ വിശക്കുന്ന, അല്ലാതെ ഇന്നത്തെ പോലുള്ള ഈ ഭിക്ഷാടന മാഫിയ അല്ല, റിയൽ യഥാർത്ഥ ആളുകൾ വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഞാനത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് തീർച്ചയായിട്ടും അമ്മ ഒരു എന്താ ആഹാരമാണ് കൊടുക്കുന്നില്ല, അമ്മയ്ക്ക് കൊണ്ട് ആഹാരം കൊടുക്കാം, പൈസയാണ് കൊടുക്കുന്നില്ല അമ്മയ്ക്ക് കൊടുക്കാം. മിക്കപ്പോഴും അമ്മയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ്. കാരണം എൻ്റെ അമ്മ, ഇത് അമ്മയുടെ അമ്മ, എൻ്റെ അമ്മയെ ഞാൻ വിളിച്ചത് അമ്മച്ചി എന്നാണ്. അപ്പോൾ അമ്മച്ചി അടുക്കളയിൽ
എന്തെങ്കിലുമൊക്കെ ജോലികളിലൊക്കെ ആവുന്നത്. അപ്പോൾ അമ്മയാണ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അമ്മ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ, ഞാനോ എൻ്റെ 6 സഹോദരങ്ങളോ ആരെങ്കിലും ആ ഏരിയയിലുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ഇളയ ആളിനെ വിളിച്ചിട്ട് അയാളെ കൊണ്ടായിരിക്കും ഇത് കുടിപ്പിക്കുക. അവർക്ക് ആ ഒരു മൂല്യം കുഞ്ഞിനെ കിട്ടി വളരാൻ വേണ്ടി. അപ്പം ഞാൻ പറയും അമ്മയുടെ ഉള്ളിൽ, ഞാൻ അന്നതൊന്നും മനസ്സിലാക്കിയൊന്നുമില്ല, നമ്മൾ ഓടിക്കളിച്ച് നടക്കുന്നതിനിടയ്ക്ക് ഇത് കൊടുക്കുക അമ്മയ്ക്ക് അങ്ങ് കൊടുത്താൽ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ പിന്നീട് ഇപ്പം ഞാനിരുന്ന് ഓർക്കുകയാണ്, അമ്മ കൊടുക്കുന്നതിൽ തൽപരയായിരുന്നതുപോലെ തന്നെ തൽപരയായിരുന്നു കുടിപ്പിക്കണം. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഇത് സംഭവിക്കണം, എന്നോടുകൂടി തീർന്നു പോകേണ്ട ഒരു കാര്യമല്ല ഇത്. ഈ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഇതിനൊന്നും വലിയ വിവേകവും വലിയ അറിവും പഠനവും ഒന്നും ആവശ്യമില്ല. നമുക്ക് സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്ക് നമ്മുടെ ഡോക്ടർ സാറിനെ കൂടെ ഒരു ഉത്തരം കൂടി പറയിപ്പിക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, സാറിൻ്റെ പ്രൊഫഷൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഞങ്ങളൊക്കെ ഇച്ചിരി സാധാരണ മനുഷ്യനാണല്ലോ. അപ്പോഴത്തേക്ക് സാർ എപ്പോഴും ഒരു എലൈറ്റ് ഗ്യാങ്ങുമായിട്ട് ഡീൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു സംശയം ചോദിക്കുകയാണ്. അപ്പോൾ മക്കളിലൊക്കെ നമ്മളൊരു ഹൈ സ്റ്റാൻഡേർഡ് ലൈഫ് നയിക്കുന്നവരാണ്. അതുകൊണ്ട് സാധാരണക്കാരുടെ ഇടപെടുമ്പോൾ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസമോ അങ്ങനെയൊക്കെ ഒരു സാറിൻ്റെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ അങ്ങനെ പിള്ളേർക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? അത് എൻ്റെ കുട്ടികളെ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഞാൻ പലപ്പോഴും തന്നെ പ്രായമുള്ളവരോട് എനിക്കൊരു സ്നേഹാധിക്യമുണ്ട്. അത് രോഗികളാകുമ്പോൾ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഞാൻ അവരോട് എപ്പോഴും തന്നെ കുറച്ചൊരു സമയം എടുക്കുകയും അവരോട് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, വളരെ നമ്മുടെ ആ ദയയുടെ ഒരു ഇത് കാണിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത് എൻ്റെ കുട്ടികൾ എന്നെ ഫോളോ ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ കുട്ടികളോട് ഇത് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഞാൻ ഇപ്പം നോക്കുമ്പോൾ എൻ്റെ മൂത്ത 2 കുട്ടികളും പ്രായമുള്ളവരോട് നന്നായിട്ട് പെരുമാറാൻ മാത്രമല്ല അവരുടെ കാര്യങ്ങളിൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുന്ന പോലെ കാണുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പം തോട്ടത്തിൽ ചെല്ലുമ്പോഴാണെങ്കിലും എസ്റ്റേറ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ തൊഴിലാളികളുമായിട്ട് പെരുമാറി അവരുമായിട്ട് സംസാരിക്കുന്ന ആ രീതി, ഞാൻ പിന്നീട് ഒരിക്കലും ഇങ്ങനെ എൻ്റെ മോൾ അവരുമായിട്ട് സംസാരിക്കുന്ന രീതി നോക്കിയപ്പോൾ മനസ്സിലായി, ഞാൻ സംസാരിക്കുന്ന അതേ ടോണിൽ അവളെ കിട്ടുന്ന മുട്ടായികൾ വരെ അവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. വളരെ അവരുമായിട്ട്, അപ്പം നമ്മളറിയാതെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷേ ആ കുട്ടി അത് പഠിച്ച് അവരുടെ സ്വന്തം ജീവിതത്തിൽ അവർ കാണിച്ചു തരികയാണ്. അത് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഏതോ ഇതുപോലെ ഒരു ഹൈ സൊസൈറ്റിയിലൊരു വീട്ടിൽ നിൽക്കുമ്പം അവിടുത്തെ ഡ്രൈവർ ഒരു 50-55 വയസ്സുള്ള ഒരു മനുഷ്യനാണ്. അയാളെ ആ വീട്ടിലെ 5-6 വയസ്സുള്ള കുട്ടി വിളിക്കുന്നത് അയാളുടെ പേരെടുത്ത്. കാരണം എന്താ, അവർക്ക് ജോലിക്കാർക്ക് നമ്മൾ പഴയ എപ്പിസോഡ് നമ്മൾ പറഞ്ഞതാണ്, അവരെ പേരിൽ അങ്ങനെ ശീലിച്ചു പോയി. അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെയാണ് ഇത് വാസ്തവത്തിൽ കൺവേ ചെയ്തുകൊണ്ട് വരും ഡോക്ടർ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കേട്ട് കഴിഞ്ഞപ്പം, എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയൊരു ഡോക്ടർ ഉണ്ടല്ലോ എന്ന്. കാരണം നമുക്കൊരു പ്രിഫറൻസ് കിട്ടും. വയസ്സുപ്രായമാകുമ്പോൾ ആവശ്യം വരും, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു നീതിബോധത്തെ പറ്റിയുള്ള ചർച്ച ഇവിടെ ഒരിക്കലും അവസാനിക്കത്തില്ല. കാരണം ഇത് അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയൊന്നും അല്ലല്ലോ. നമുക്ക് ഉറപ്പായിട്ടും തലമുറ, ചരിത്രം, ലോകം, വചനം എല്ലാം നീതിമാൻ എന്ന് വിളിച്ച യൗസേപ്പിനെ അനുസ്മരിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം യൗസേപ്പിനെയാണല്ലോ നീതിമാൻ എന്ന് പറഞ്ഞത്. ഞാനതിനെ പറ്റിയുള്ള എൻ്റെ ഒരു സുഹൃത്തായിരുന്ന എൻ്റെ സീനിയറായിട്ട് പഠിച്ച ഒരു വൈദികൻ പറഞ്ഞൊരു വാചകം ഞാനൊരു 17 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടത്, ഞാനിപ്പോഴും മറന്നിട്ടില്ല. അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, അന്ന് ഞങ്ങളെല്ലാം ബ്രദർമാരാണ്, മോനെ ആരാണ് നീതിമാൻ? അച്ഛൻ്റെ ഡെഫിനിഷൻ പറയാണ്, നീ തീയായി മാറുന്നവനാണ് നീതിമാൻ. അത് യൗസേപ്പിൻ്റെ ജീവിതം വെച്ചിട്ട് ഞങ്ങൾക്ക് പുള്ളി പറഞ്ഞു തരാണ്, നീ തീയായി മാറുന്നവനാണ് നീതിമാൻ. അദ്ദേഹം ചോദിച്ചു, തീയുടെ പ്രത്യേകത എന്താ? തീയുടെ പ്രത്യേകത, തീക്ക് 2 പ്രത്യേകതയാണ്. 1 തീ വെട്ടം തരും, 2 തീ ചൂട് തരും. ഇതാണ് ശരിക്കും അപ്പൻ്റെ ഉത്തരവാദിത്വം. മക്കൾക്ക് വെളിച്ചം കൊടുക്കുക, നാളെയിലേക്ക് നോക്കാനായിട്ട് അവരെ ചേർത്ത് പിടിച്ച് ആ ചൂടിൽ വളർത്തിക്കൊണ്ട് വരിക. അപ്പൻ്റെ ഹൃദയത്തിൻ്റെ ചൂട്, അപ്പൻ്റെ മൂല്യങ്ങളുടെ ചൂട്, അപ്പൻ്റെ ആത്മാർത്ഥത ചൂട് അവർക്ക് കൊടുക്കുക. എന്നിട്ട് വെട്ടം കാണിച്ചു കൊടുത്ത് ഈ വഴി നടത്തിക്കൊണ്ട് പോവുക. നാളത്തെ വഴി നടത്തേണ്ടവരാണ് അപ്പന്മാർ. യൗസേപ്പ് പിതാവ് നമ്മുടെ മുമ്പിൽ നിന്ന് കാണിച്ചു തരുന്നതാണ്. ഈ ചൂടോടെ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് ഈശോയ്ക്ക് വഴി കാണിച്ചു കൊടുത്ത പോലെ നീതിമാന്മാരാകാനായിട്ട് ഈ യൗസേപ്പ് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ചർച്ചയിലൂടെയും മധുരകരമായ സംസാരങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ കുടുംബമൊക്കെ കുറച്ചുകൂടി ഒരു നീതിയിലും സാമൂഹിക പ്രതിബദ്ധതയിലൊക്കെ വളർന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പലപ്പോഴും നമുക്ക് ആത്മീയതയും ഈ സാമൂഹിക പ്രതിബദ്ധ നീതിയൊക്കെ രണ്ടായ കാര്യങ്ങൾ. കൃത്യമായിട്ടൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ഒക്കെ സൃഷ്ടിച്ച് പല ആത്മീയരെന്ന് പറയുന്ന ആൾക്കാർക്കും ഒട്ടും തന്നെ നീതിബോധം ഇല്ലാത്തതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും 2 കാര്യങ്ങളല്ല, ക്രിസ്തു ഇതിൽ 2ലും അഗ്രഗണ്യനാണ്. ഒരുമിച്ച് കൊണ്ടുപോകാൻ ഈശോയ്ക്ക് പറ്റില്ല. അതുകൊണ്ടല്ലേ ഈശോ പാവങ്ങളെ സഹായിക്കുമ്പോഴും സാമൂഹിക കാര്യങ്ങൾ ഇടപെടുമ്പോഴൊക്കെ ഈശോ കൃത്യമായത്, കാരണം അപ്പൻ്റെ മോന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് സ്വർഗസ്ഥനായ അപ്പൻ നീതിമാനായിരുന്നു, ഭൂമിയിലെ അവൻ്റെ അപ്പൻ അതിനേക്കാൾ അതുപോലെ തന്നെ ആ നീതിയുടെ എല്ലാ കാര്യങ്ങളും പാലിച്ചു വന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു രാത്രിയിൽ ഇവിടെ നമ്മുടെ ഈ ചെറിയ മധുരമൊഴി അവസാനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഒന്നുകൂടി കരുതിയിരിക്കുന്നതാണ്. മക്കൾ, അതായത് ഞങ്ങളുടെയൊക്കെ തലമുറ നിങ്ങളെ കണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളല്ല, അധ്യാപകരുടെയോ മാതാപിതാക്കളുടെ വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ കുഞ്ഞു പ്രവൃത്തികളും നിങ്ങളുടെ നോട്ടങ്ങളും
നിങ്ങളുടെ ചില ഊന്നലുകളും നിശ്ചയങ്ങളും എല്ലാം അടുത്തൊരു തലമുറയ്ക്ക് ഈ നീതിബോധം, ഈ ഭൂമി സമാധാനകരമായി കൊണ്ടുപോകാനായിട്ട് ഒത്തിരി കാരണങ്ങളാവുന്നതാണ്. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ മക്കളെയൊക്കെ ചേർത്ത് നിർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. യവസേപ്പിൻ്റെ ആ ചൂടും വെളിച്ചവും നമ്മുടെ മക്കളിൽ പ്രസരിക്കപ്പെടാനായിട്ട് കുടുംബം ഒന്ന് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നല്ല തമ്പുരാന്റെ മുമ്പിൽ കുടുംബം ഒന്ന് ചേർന്ന് കരങ്ങൾ ചേർത്ത് പിടിച്ച് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ വിശുദ്ധ യവസേപ്പ് പിതാവ്, തിരുക്കുടുംബത്തിന്റെ പാലകൻ, നീതിമാൻ, കൃത്യമായി ബാല്യത്തിൽ തന്നെ നീതിയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്നു വളർത്തി. സ്വർഗസ്ഥനായ പിതാവ് നിന്റെ ഹൃദയത്തിൽ നീതിയുടെ മുത്തുകൾ നിക്ഷേപിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് നിന്നെ അയച്ചു. ഈശോയെ, നീയാകുന്ന ഏറ്റവും വലിയ നീതിമാനെ മക്കളായി ഞങ്ങൾ പിന്തുടരുമ്പോൾ ഈ ഭൂമിയിലെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അപ്പന്മാർക്ക്, അവർ സ്വർഗത്തിൻ്റെ കൃപകൾ അയച്ചു കൊടുക്കണമേ, സ്വർഗത്തിൻ്റെ ആയുധങ്ങൾ അയച്ചു കൊടുക്കണമേ. പ്രത്യേകിച്ച് സാമൂഹിക പ്രതിബദ്ധതയിലും നീതിയിലും ധാർമ്മികതയിലൊക്കെ ഏറ്റവും കളങ്കരഹിതമായി മുമ്പോട്ട് പോകുവാൻ, മാതൃകാപരമായി ജീവിക്കുവാൻ, അതിലൂടെ മക്കൾക്ക് സുവിശേഷത്തിൻ്റെ ഏറ്റവും ആദ്യ പാഠങ്ങൾ അവരുടെ ജീവിതത്തോട് തന്നെ പകർന്നു കൊടുക്കാൻ സഹായിക്കണമേ. തമ്പുരാനെ, ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, അപ്പന്മാരൊക്കെ മക്കൾക്ക് ദുർമാതൃ കൊടുക്കുന്ന അനുഭവങ്ങളോ അല്ലെങ്കിൽ നീതിബോധം നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഞങ്ങൾ ഏതെങ്കിലുമൊക്കെ മക്കൾ ഏതെങ്കിലും തിന്മയിലേക്കോ ഏതെങ്കിലും പാവാവസ്ഥകളിലേക്ക് ചാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ, ഈ നിമിഷം നീ മാപ്പ് നൽകി തിരിച്ചു കൊണ്ടുവരണം ഞങ്ങളുടെ മക്കളെ. ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ വീണ്ടും നീതിബോധം നിറക്കണമേ. യവസേപ്പ് പിതാവ് നീതിമാനായ തീയായി മാറിയതുപോലെ വെട്ടവും വെളിച്ചവും ചൂടും കൊടുത്ത് മകനെ ചേർത്ത് പിടിച്ച് വളർത്തിക്കൊണ്ടുവന്ന പോലെ നീതിബോധത്തിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരാനുള്ള കൃപ ഞങ്ങളുടെ മാതാപിതാക്കൾ കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, മേരി മാതാവേ, പ്രത്യേകമായി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിക്ക് വേണ്ടി, സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച അനേക വിശുദ്ധരെ നിങ്ങളുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ യവസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധുരമൊഴി